നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. മന്ന നിന്നെ അടിച്ചവർ പരിഹസിച്ചു. സതിപതിയും വിലമതിച്ചു കുരിശിപ്പിച്ചു. തലയിൽ മുള്ളാൽ മുടിയും വെച്ചു. പല പല കേടുകൾ ചെയ്തു നിന്നെ. പല പല കേടുകൾ ചെയ്തു നിന്നെ. ബലഹീനനായ നിന്നെ വലിയ കോലാമരം ചുമത്തി. തിരുകരങ്ങൾ ആണികൊണ്ടു മരത്തോടു ചേർത്തടിച്ചു. ഇരുവശത്തും കുരിശുകളിൽ ഇരുകള്ള നടുവിൽ നീ മരിച്ചു ദേവാ. ഇരുകള്ള നടുവിൽ നീ മരിച്ചു ദേവാ. നിൻ മരണം കൊണ്ടെന്റെ മന്നരകം നീ അകറ്റി. നിൻ മഹത്വം തേടി നിന്റെ കാലം കഴിപ്പാനായ അരുൾക കൃപ. യേശുപരാ ജീവനെനിക്കായി വെടിഞ്ഞു. ജീവനറ്റ ഭാവികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. വിശുദ്ധവേദഭാവാഴ്ചകൾക്കും വിശുദ്ധ മത്തായിയുടെ സുവിശേഷം 26-ാം അധ്യായം 57 മുതൽ 68 വരെയുള്ള വാക്യം. മത്തായി 27-ാം അധ്യായം 57 മുതൽ 68 വരെയുള്ള വാക്യങ്ങൾ. അവനെ കൊണ്ടുപോയി. എന്നാൽ പത്രോസ് ദൂരമേ മഹാപുരോഹിതന്റെ അരമനയോളം പിൻചെന്ന് അകത്ത് കടന്ന് അവസാനം കാണുവാൻ സേവകന്മാരോട് കൂടി ഇരുന്നു. അവന് നേരെ കള്ളസാക്ഷ്യം അന്വേഷിച്ചു. കള്ളസാക്ഷികൾ പലരും വന്നിട്ട് പറ്റിയില്ല. ഒടുവിൽ 2 പേർ വന്ന്, ദേവമന്ദിരം പൊളിച്ച് 3 ദിവസം കൊണ്ട് വീണ്ടും പണിയുവാൻ എനിക്ക് കഴിയും എന്ന് ഇവൻ പറഞ്ഞു എന്ന് ബോധിപ്പിച്ചു. മഹാപുരോഹിതൻ എഴുന്നേറ്റ് അവനോട്, നീ ഒരു ഉത്തരവും പറയുന്നില്ലയോ? ഇവർ നിന്റെ നേരെ കള്ളസാക്ഷ്യം പറയുന്നത് എന്ത് എന്ന് ചോദിച്ചു. യേശുവോ മിണ്ടാതിരുന്നു. മഹാപുരോഹിതൻ പിന്നെയും അവനോട്, നീ ദൈവപുത്രനായ ക്രിസ്തു തന്നെയോ? പറക എന്ന് ഞാൻ ജീവനുള്ള ദൈവത്തെ കൊണ്ട് നിന്നോട് ആണയിട്ട് ചോദിക്കുന്നു എന്ന് പറഞ്ഞു. യേശു അവനോട്, ഞാനാകുന്നു. ഇനി മനുഷ്യപുത്രൻ സർവശക്തന്റെ വലതുഭാഗത്ത് ഇരിക്കുന്നതും ആകാശമേഘങ്ങളെ വാഹനമാക്കി വരുന്നതും നിങ്ങൾ കാണും
എന്ന് ഞാൻ പറയുന്നു എന്ന് പറഞ്ഞു. ഉടനെ മഹാപുരോഹിതൻ വസ്ത്രം കീറി, ഇവൻ ദൈവദൂഷണം പറഞ്ഞു. ഇനി സാക്ഷ്യങ്ങളെ കൊണ്ട് നമുക്ക് എന്ത് ആവശ്യം? നിങ്ങൾ ഇപ്പോൾ ദൈവദൂഷണം കേട്ടുവല്ലോ. നിങ്ങൾക്ക് എന്ത് തോന്നുന്നു എന്ന് ചോദിച്ചതിന് അവൻ മരണയോഗ്യൻ എന്ന് അവർ ഉത്തരം പറഞ്ഞു. അപ്പോൾ അവർ അവൻ്റെ മുഖത്ത് തുപ്പി, അവനെ മുഷ്ടി ചുരുട്ടി കുത്തി. ചിലർ അവനെ കന്നത്തടിച്ചു, ഹേ ക്രിസ്തുവേ, നിന്നെ തല്ലിയത് ആർ എന്ന് ഞങ്ങളോട് പ്രവചിക്ക എന്ന് പറഞ്ഞു. ആമേൻ. കർത്താവേ, ക്രിസ്തുവിനെല്ലാം അനുഗ്രഹിക്കപ്പെടുന്നത് ക്രൂശിൻ്റെ മഹത്വത്തിലേക്കുള്ള യാത്രയിൽ നാം ഇന്ന് തുടർന്ന് കൊടുക്കുന്നത് എന്താണ് ക്രൂശ് എന്നുള്ള ആ ഒരു പ്രബോധത്തോടുകൂടെ ക്രൂശിൻ്റെ മഹത്വത്തിലേക്ക് നമുക്ക് യാത്ര ചെയ്യാം. ക്രൂശ് എന്ന് പറയുന്നത് മനുഷ്യനോടുകൂടെയുള്ള ദൈവ സ്നേഹത്തിൻ്റെ പൂർണ്ണത വെളിപ്പെടുത്തുന്നതാണ് വിശുദ്ധ ക്രൂശ്. ആ വിശുദ്ധ ക്രൂശിലേക്ക് കർത്താവ് ക്രിസ്തു തന്നെ പൂർണ്ണമായി സമർപ്പിക്കുമ്പോൾ ആ ക്രൂശിൽ കാണുന്ന ദൈവസ്നേഹം എന്നിലും നിറയപ്പെടുവാനായിട്ട് ആ കാൽവരി ക്രൂശിൻ്റെ മഹത്വത്തിലേക്കുള്ള യാത്ര നമുക്ക് തുടരാം. സന്നദ്ധിയും സംഘത്തിൻ്റെ മുൻപാകെ എത്തിച്ചേർന്നതായി ക്രിസ്തുവിനോട് ചോദിക്കുമ്പോൾ ജീവനുള്ള ദൈവത്തിൻ്റെ പുത്രനായ ക്രിസ്തു മുൻപിലുണ്ടായിരുന്ന മരണത്തെ മുഖാമുഖം നോക്കിക്കാണുന്ന വേളയിലും ആ മരണത്തിൻ്റെ പടിവാതിലുകൾ തുറന്നിട്ടിരിക്കുന്ന സാഹചര്യത്തിൽ ആ പടിവാതിലിലൂടെ കടന്നു പോകുന്ന ക്രിസ്തു മരണത്തിൻ്റെ യാഥാർത്ഥ്യങ്ങളെ നമ്മോട് വിളിച്ചു പറയുന്നത്, നിൻ്റെ പാപത്തിന് വേണ്ടി ഞാൻ മരിച്ചു, നിൻ്റെ ബലഹീനതയ്ക്ക് വേണ്ടി ഞാൻ ബലഹീനനായി തീർന്നു, നിൻ്റെ രക്ഷയ്ക്ക് വേണ്ടി ഞാൻ ഈ ലോകത്തെ നേടി എന്നുള്ളത് സത്യം തന്നെയാണ്. പ്രിയമുള്ളവരെ, അത്തരത്തിൽ ദൈവം നമ്മോട് പറയുന്ന ആ വിശുദ്ധ ചിന്തകളെ ഉൾക്കൊണ്ടുകൊണ്ട് കാൽവരി ക്രൂശിലേക്കുള്ള യാത്രയിലേക്ക് നമുക്ക് പ്രവേശിക്കാം. ഓരോ ഇടങ്ങളിൽ കൂടെ നമുക്ക് ലഭ്യമാകുന്ന ദൈവത്തിൻ്റെ വിശുദ്ധ വചനം അത് ഹൃദയത്തെ നിറയുവാനും ജീവിതത്തിൽ നിറയുവാനും സർവശക്തൻ ദൈവം എന്നിൽ പ്രവർത്തിക്കട്ടെ എന്ന് നമുക്ക് ദൈവത്തോട് തന്നെ പ്രാർത്ഥിക്കാം. പീഡനത്തിൻ്റെ മധ്യേയും പതറിപ്പോകാതെ, ഒറ്റക്കൊടുക്കലിൻ്റെ മധ്യേയും പതറിപ്പോകാതെ, തള്ളിപ്പറയുന്നതിൻ്റെ മധ്യേ വെറുതെ പതറിപ്പോകാതെ ദൈവ ഇഷ്ടം എന്താണോ അത് ലോകത്തിൽ വെളിപ്പെടുത്തിയ ക്രിസ്തു എന്നിലും എൻ്റെ ജീവിതത്തിലും ദൈവ ഇഷ്ടം പൂർണ്ണമാക്കുവാനായിട്ട് കാൽവരി നമ്മെ പഠിപ്പിക്കുമ്പോൾ ആ പൂർണ്ണതയുടെ അനുഭവത്തിലേക്ക് എത്തിച്ചേരുവാനായിട്ട് കർത്താവെ എന്നെ സഹായിക്കണമേ എന്ന് നമുക്ക് ദൈവത്തോട് പ്രാർത്ഥിക്കാം. കർത്താവിൻ്റെ കൃപ, അനുഗ്രഹ, ആശീർവാദം ഈ യാത്രയോട് കൂടെ ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ആശംസിക്കുകയും ചെയ്യേണ്ടത്. നമുക്ക് തലകുണങ്ങാം. ദൈവത്തോടു കൂടെ പ്രാർത്ഥിച്ചുകൊണ്ട് ഈ കുരിശിൻ്റെ വഴിയിലേക്ക് പ്രവേശിക്കാം. സുശീല ടീച്ചർ നമ്മെ പ്രാർത്ഥനയിൽ നയിക്കുന്നു. പ്രാർത്ഥിക്കാം. ക്രൂശിലൂടെ ഞങ്ങളെ അളവില്ലാതെ സ്നേഹിച്ച പരിശുദ്ധനായ ദൈവമേ, സ്വർഗീയ പിതാവേ, എന്താണ് ക്രൂശെന്ന് ശാമ്പൽ ബുധൻ തുടങ്ങി കർത്താവേ ഈ നിമിഷം വരെയും ക്രൂശിൻ്റെ വചനം ദൈവ സ്നേഹമാണ് എന്ന് തിരിച്ചറിയുവാൻ ദൈവമേ അങ്ങ് ഞങ്ങളെ സഹായിക്കണമേ. ഈ ഭവനാങ്കണത്തിന് മുന്നിൽ നിന്ന് ആരംഭിക്കുന്ന ഈ കുരിശിൻ്റെ വഴി എന്ന ശുശ്രൂഷയിൽ എൻ്റെ യേശുവിൻ്റെ സാന്നിധ്യം കൊണ്ട് നിറയ്ക്കണം. കടന്നു വന്ന ഓരോ പ്രിയമുള്ളവരെയും എൻ്റെ യേശു അനുഗ്രഹിക്കണം. യേശുവിൻ്റെ കരങ്ങളാൽ ഞങ്ങളെ കാത്തുകൊള്ളണം. ക്രൂശിൻ്റെ വഴിത്താര അത് മാർദ്ദവമായതല്ല, അത് എപ്പോഴും സന്തോഷം നൽകുന്നതല്ല, അത് ദുഃഖം നൽകുന്നതാണ്. അത് കല്ലും മുള്ളും നിറഞ്ഞ പാതയാണ് എന്നുള്ള ആ സത്യത്തെ തിരിച്ചറിവാൻ തക്കവണ്ണം യേശു ഞങ്ങളുടെ ഹൃദയങ്ങളെ അവിടുത്തെ നാമത്താലും വചനത്താലും ഒരുക്കി കാക്കണം. കർത്താവെ, ഞങ്ങൾ സ്വന്തം ഗുണമല്ല, മറ്റുള്ളവരുടെ ഗുണവും കൂടെ തിരിച്ചറിയുവാൻ യേശു സഹായിക്കണം. കർത്താവെ, പീലാത്തോസ് ജനത്തോട് ചോദിച്ചു, അവൻ ചെയ്ത ദ്രോഹമെന്ത്, യേശു ചെയ്ത കുറ്റമെന്ത്? ആ കുറ്റത്തെ കണ്ടുപിടിക്കുവാൻ കർത്താവെ അവിടെ കൂടി നിന്ന പരീശന്മാർക്കോ യഹൂദന്മാർക്കോ മഹാപുരോഹിതന്മാർക്കോ ആർക്കും സാധിച്ചില്ല, പീലാത്തോസിനും സാധിച്ചില്ല. അവർ ഒന്നാവശ്യപ്പെട്ടു, യേശുവിനെ ക്രൂശിക്കണം. അത് പിതാവായ ദൈവത്തിൻ്റെ ഹിതമാണ്, മനുഷ്യരുടെ ഹിതമല്ല അവിടെ നിറവേറ്റപ്പെട്ടത്. ആദ്യ മാതാപിതാക്കൾ പാപത്തിൽ വീണ ഉടനെ ദൈവം ഒരു രക്ഷിതാവിനെ വാഗ്ദത്തം ചെയ്തു. ആ രക്ഷിതാവിൻ്റെ
ക്രൂശ് മരണത്തെ അനുസ്മരിപ്പിക്കുമ്പോൾ ഞങ്ങൾ മരിച്ച ദൈവത്തെയല്ല ഞങ്ങൾ പ്രാർത്ഥിക്കുന്നത്, മരണത്തെ തകർത്ത്, പാതാളത്തെ തകർത്ത് മരണത്തിന്മേൽ അധികാരമുള്ള യേശുവിനെ അത്രേ ഞങ്ങൾ ആരാധിക്കുന്നത്. ആ പാത പിന്തുടരുവാൻ, ആ പാതയിൽ ഞങ്ങൾ ജീവിപ്പാൻ യേശു സഹായിക്കണം. ഈ കർത്താവെ, ഈ ശുശ്രൂഷയ്ക്ക് നേതൃത്വം നൽകുന്ന അവിടുത്തെ ദാസനെ അനുഗ്രഹിച്ച് ആശീർവദിക്കണം. അവിടുത്തെ ആത്മാവിനാൽ നിറയ്ക്കണം. ഈ ഭവനത്തെയും ഈ ഭവനത്തിൽ ഞങ്ങൾക്ക് കടന്നു വരുവാനും എൻ്റെ ദൈവത്തിൻ്റെ സാക്ഷ്യവുമായി ഈ ഭവനത്തിൽ നിന്ന് പുറപ്പെടുവാനും അനുവാദം നൽകിയ കർത്താവെ, ഭവന മക്കളെ അനുഗ്രഹിക്കണം. അവരുടെ ജീവിതത്തോടും കൂടെ ഇരിക്കണം. വാഹനത്തെ നിയന്ത്രിക്കുന്ന, ശബ്ദത്തെ നിയന്ത്രിക്കുന്ന പ്രിയ മക്കളെയും കാത്തുകൊള്ളണം. ഞങ്ങൾ ഓരോരുത്തരും ക്രിസ്തുവിൻ്റെ സ്നേഹമെന്താണെന്ന് തിരിച്ചറിവാൻ തക്കവണ്ണം ദൈവകൃപ ഞങ്ങളുടെ ഓരോരുത്തരുടെ മേലും കൂടെ ഇരുന്ന് വഴി നടത്തും. യേശുവിൻ നാമത്തിൽ യാചിക്കുന്നു, കേൾക്കണം സ്വർഗീയ പിതാവേ, ആമേൻ. തിരുനാമം വിശുദ്ധീകരിക്കപ്പെടണമേ, തിരുരാജ്യം വരണമേ, തിരുയിഷ്ടം സർവ്വത്തിലെ പോലെ ഭൂമിയിലുമാകണമേ. ഞങ്ങളുടെ ദിവസമുള്ള ആഹാരം ഞങ്ങൾക്ക് ഇന്ന് തരണമേ. ഞങ്ങളുടെ ആൾക്കാരോട് ക്ഷമിക്കുന്നത് പോലെ ഞങ്ങളുടെ പാപങ്ങൾ ഞങ്ങളോട് ക്ഷമിക്കണമേ. ഞങ്ങളെ പരീക്ഷയെ കടക്കാതെ സന്തോഷത്തൊന്നും വിടുവിക്കണമേ. രാജ്യവും ശക്തിയും മഹത്വവും എന്നേക്കും എന്നേക്കുള്ളതല്ലോ. ആമേൻ. നമ്മുടെ കർത്താവായ യേശുക്രിസ്തുവിൻ്റെ കൃപ, പിതാവായ ദൈവത്തിൻ്റെ സ്നേഹം, പരിശുദ്ധാത്മാവിൻ്റെ കൂട്ടായ്മ നമ്മുടെ ഇവരോടും സ്വീകരണം നൽകിയ ഈ ഭവനത്തോടും ഈ ദേശത്തോടും തുടർന്ന് നടത്തപ്പെടുന്ന കുരിശിൻ്റെ എല്ലാ വഴികളോടും ഇടങ്ങളോടും ദൈവകൃപ എപ്പോഴും കൂടെ ഉണ്ടായിരിക്കുമാറാകട്ടെ. ആമേൻ. നമ്മുടെ അടുത്ത ഇടത്തേക്ക് യാത്ര തിരിക്കാം.